ഹലോ ഗായ്സ്, ഈ പോകുന്നതേ ഫുഡ് കഴിക്കാനായിട്ടാണ്. ഇന്ന് കല്യാണമൊന്നുമല്ല, ആരോരുമില്ലാത്ത എന്നാൽ എല്ലാവരുമുള്ള കുറച്ച് നല്ലവരുടെ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇന്നത്തെ വീഡിയോ. അവിടെ കൂടെ ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, തിരിച്ച് വീട്ടിൽ വരണം. അതാണ് ഇന്നത്തെ അജണ്ട. ഇപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ ക്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആശ്രമം. ഇതാണ് ആ ആശ്രമം. ആ ആശ്രമത്തിലെ അന്തേവാസികളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, അവരെ കൂടെ ഭക്ഷണം കഴിക്കണം, തിരികെ പോരണം. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ അവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ വന്നു. എനിക്കും വേറെ നല്ല വിശപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്, ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടൈം ആകുമ്പോൾ എല്ലാവരും ഹാളിൽ പോവും, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ മഴയും ഇതൊക്കെ ആയിട്ട് ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഒരു പ്രത്യേക കോമഡിയാണ്. കുറച്ച് നേരം പുള്ളിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരുന്നാൽ മാത്രമേ പുള്ളിക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു ആരോഗ്യമുണ്ട്. നമ്മൾ വന്നപ്പോൾ കിടപ്പായിരുന്നു, ഞങ്ങളെ കണ്ടിട്ട് ഒന്ന് എഴുച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിടിച്ചെഴുപ്പിച്ചിരുന്നു. ഇതാണ് സ്നേഹസദൻ വൃദ്ധസദനം. ഇത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹാളാണ്. ഈ ഹാളില് നേരത്തെ കല്യാണമൊക്കെ നടത്തുമായിരുന്നു, ചെറിയ റിസപ്ഷനൊക്കെ നടത്തുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പിന്നെ ഇതുപോലെ നമ്മൾക്കുള്ളവരിങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഹാൾ വെച്ചാണ് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗിയാണ്, നല്ല രസമാണ്. ഇവിടെ ഒരുപാട് പൂക്കളും മറ്റേ ഗാർഡനും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇവർക്ക് പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക്, ഇവിടുത്തെ അന്തേവാസികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണി അങ്ങനെയൊന്നുമില്ല. അവർക്ക് റിലാക്സ് ആയിട്ട് ഈ വയസ്സാവുന്ന ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം മക്കളെ കൂടെ കൊണ്ടായിരുന്നു, പിന്നെ മക്കളൊന്നും നോക്കാനില്ലാത്തവർ ഇവിടെ കൊണ്ടാക്കും. പക്ഷെ ഇവർക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സങ്കടമുണ്ട്, എല്ലാവരും ഉപേക്ഷിച്ച് പോയവരല്ലേ. നമ്മളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ കൂടെ വരുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഇതാണ്. പിന്നെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി എല്ലാം കൊണ്ടുവന്നു. അവിയൽ, പച്ചടി, തോരൻ, പിന്നെ അതുപോലെ പഴം, അങ്ങനെ കുറേ സാധനങ്ങൾ. ഏകദേശം ഒരു സദ്യക്ക് മാങ്ങാച്ചാറ്, ഇഞ്ചി, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, അവിടെ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വിളമ്പി കൊടുക്കാനും കാര്യങ്ങളായിട്ടാണ് വന്നത്. വിദേശത്തിരിക്കുന്ന ഒരു പുള്ളിയാണ് ഇത് സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ, നേരത്തെയൊക്കെ ചെയ്തു. ഇപ്പോൾ 5-6 പ്രാവശ്യമായി ഇങ്ങനെ ചെയ്യുന്നു. ചോറും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ അച്ഛനുണ്ട്. അച്ഛൻ വന്ന് നമ്മളിതെല്ലാം വിളമ്പി വയ്ക്കും. വിളമ്പി വെച്ചതിന് ശേഷം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കഴിക്കാം. പിന്നെ പായസം, ചിക്കൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ വിളമ്പാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, വിളമ്പിക്കോ, ഞാൻ ഇപ്പോൾ എത്താം എന്ന് പറഞ്ഞു. ഇതെല്ലാം വിളമ്പാണ്. അവരെല്ലാം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അവർക്കെല്ലാം വിളമ്പി കൊടുത്ത് കഴിച്ചിട്ട് നമ്മളും കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് സംഭവം. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓരോരുത്തരെ കാണിക്കുമ്പോൾ ആണല്ലോ മറ്റുള്ളവർക്കും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ഈ വിളമ്പിയ സമയത്തൊക്കെ ഇവിടെ ഒരു പ്രത്യേക കോമഡിയായിരുന്നു. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ കുറച്ച് താമസിക്കുന്ന അച്ഛൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ള ഒരു ചേച്ചി എന്നെ പ്രാർത്ഥിച്ച്, ഇവരെയൊക്കെ നോക്കുന്ന ആ ചേച്ചീനെ പ്രാർത്ഥിച്ച് നമ്മളടുത്ത് അവരെ കഴിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ കഴിച്ചിട്ട് ഞങ്ങളും കൂടെ കഴിച്ച് തിരിച്ചു വരണം. വിളമ്പിക്കൊണ്ട് നിന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഇവിടുത്തെ ചേച്ചിമാരും കൂടെ കൂടും വിളമ്പാനും ഇല്ലാതെ. അവർ ഇവരെ നോക്കാനായിട്ട് നിൽക്കുന്ന ജോലിക്കാരാണ്. അപ്പോൾ അവരെല്ലാം കൂടും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പ്രാർത്ഥന ഏകദേശം തീരാറായി. അപ്പോൾ ഇനി ഏകദേശം 1:30 അടുപ്പിച്ചായി. കാരണം 1 മണിക്കൊക്കെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ നോക്കിയിരുന്നതാണ്. ഇപ്പോൾ കഴിക്കാനായിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് പിന്നെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര കോമഡിയായിരുന്നു. പ്രത്യേക ചിരിയും കളിയൊക്കെ ആയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്ന് എന്തോ മഴയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പോയപ്പോഴൊക്കെ മഴയൊന്നുമില്ല. അവർക്കെല്ലാം സന്തോഷമായി, നമുക്കും നല്ല ഹാപ്പിയായി. അവരെല്ലാം ഈ പുള്ളി കഴിച്ച് ഇനി കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിർത്തിയാലേ പുള്ളിക്കൊരു ആരോഗ്യം ഉണ്ടാകും, നടന്നു പോകും. അത് പ്രത്യേക ഒരു ഇതാണ്. കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ പുള്ളി പിന്നെ തനിയെ അങ്ങ് പൊക്കോളും. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും കഴിച്ച് എണീറ്റിട്ടുണ്ട്. ഇനി
ഞങ്ങളും കൂടെ കഴിച്ചിട്ട് ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു. പിന്നെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം. പിന്നെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. കിളിയൂർ പിള്ളർഡ എന്ന് പറയുന്ന സ്ഥലത്ത് കിളിയൂർ സ്ഥിതി ചെയ്യുന്ന ഒരു ആശ്രമമാണ്. അപ്പോൾ ഇവിടെ കൂടുതലും വൃദ്ധരാണ്, മക്കളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ടാറ്റ പറഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ യാത്രയെന്ന് പറയും ചോദിക്കുന്നില്ല, കാരണം ഇനിയും വരേണ്ടതാണല്ലോ, അതുകൊണ്ട് എന്തായാലും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ വാതിൽ എല്ലാവർക്കും വേണ്ടി എപ്പോഴും തുറന്നു കിടക്കും. അപ്പോൾ എപ്പോഴും ആർക്ക് വേണമെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ ചെയ്യാമെന്നല്ല, ചെയ്യണം. ഇവിടെ വന്നാലേ മനസ്സിലാവും. അപ്പോൾ വീഡിയോ മാക്സിമം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടാറ്റ.